കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം. മർത്യന്മാർ ചിലർ നിരാകാരന്മാരായിട്ടിക രസത്തെ വർജിച്ചുടൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച സംഖ്യം നീരസവും രസത്തിൽ വർദ്ധിക്കുന്നു. പുരുഷനെത്ര കാലം രസത്തെ ജയിക്കാതെ ഇരിക്കിലത്ര കാലം ജയിക്കില്ലിന്ദ്രിയാണി. രസത്തെ എത്ര കാലം ജിതരാക്കുന്നതെന്നാൽ അസത്താമിന്ദ്രിയാണി ജയിക്കാമത്ര കാലം. അതിനിന്നൊരു കഥനം ചെയ്തിടുവൻ മിഥിലാപുരത്തിങ്കൽ പിംഗല എന്നു പേരായി തരുണീമണിയായ വേശ്യയുമുണ്ടായി വന്നു. തരുണകാലത്തവളിരുന്ന വൃത്താന്തങ്ങൾ പരിചിൽ കുറഞ്ഞൊന്നു പറവൻ കേട്ടുകൊള്ളുക. സരസേരുകാക്ഷിയാലെ ഞാൻ ശിക്ഷിക്കപ്പെട്ടു. മതു എങ്ങനെ എന്നാൽ ഒരിക്കൽ വേശ്യാമണി അതിമോഹനവേഷം കൈക്കൊണ്ടു കാമുകയായി നിർധനന്മാരെ ത്യജിച്ചർത്ഥവാന്മാരെ കുതിച്ചർത്ഥരാത്രിയിൽ അവൾ സങ്കേതി വസിക്കുമ്പോൾ ചെന്നതോ ഞാനുമത്ര സങ്കേതസ്ഥലത്തിങ്കൽ അന്നവൾ ബഹിർദൂരെ വസിക്കുന്നത് കണ്ടു. പല വിത്തവാന്മാരെ വരുത്തി അവരെയും പല ലീലയാ കാമതന്ത്രത്താൽ വശമാക്കി അർത്ഥസമ്പാദ്യം ചെയ്ത് വസിക്കുന്നപ്പോൾ ഒരു വിത്തവാൻ മഹാഷടൻ വന്നിതങ്ങർത്തരാത്രവും അവനെ വരിച്ചവൾ സങ്കേതേ ഭുജിപ്പാനായി യുവതീമണി ദാസിമാരുമായി തുടങ്ങുമ്പോൾ കോപിയായി ഷടനായി ദ്രവ്യസ്ഥനായുള്ളൊരു പാപിതാൻ വേശ്യ ചെല്ലാഞ്ഞേറ്റവും ക്രുദ്ധനായി പുറപ്പെട്ടതു നേരം ധരിക്കുന്നവൾ ചെന്നു കരത്തെ പിടിപെട്ടു പെരുത്ത മോഹത്തിനാൽ അധികം ദ്രവ്യം തരുന്നവനെന്നുപേക്ഷിച്ചിട്ടതുനാ
പോകുന്നിതെന്നിങ്ങനെ ദുരാശയ. നിദ്ര കൂടാതെ അവൾ അവനെ ആശ്രയിച്ചിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ടതു പരവശ്യാൽ. അകത്തു പോകുമുടൻ പുറത്തു വരുമപ്പോൾ അകക്കാമ്പിൽ അർത്ഥമോഹപാശത്താൽ അവൾ കോപിയാം ദ്രവ്യസ്ഥനം പോയതു നേരം അതിവീപതു പൂണ്ടു നിന്നു ചിന്തിച്ചു വേശ്യാനാരി. ശുഷ്കവക്ത്രയായി പല വചനം ചൊല്ലിടിനാൾ. ദുഷ്കൃതമകൂ കഷ്ടമെന്നുടെ മോഹം കാൺക, അജ്ഞാനിയായിട്ടു ഞാൻ കാമപാശേന ബദ്ധ്വാ. സുജ്ഞാന സ്വരൂപനായി നഷ്ടചിത്താനന്ദനായി ഹൃദിസ്ഥനായ രതിപ്രദനെ ത്യജിച്ചു ഞാൻ. മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്വയിച്ചതിനെ ത്യജിക്കുന്നതച്യുത പാദഭക്തിയില്ലായ തന്നെ നൂനം. അതു മല്ലിക കഷ്ടം ആത്മാവു പരിതപിച്ചതി കാമാർത്താശയാമോഹിതയായിട്ടു കാൺ. വെറുതെ പരിഭ്രമിച്ചുഴലുന്നതുമിപ്പോൾ. പെരുത്ത ദുഃഖത്തിനായി സങ്കേതവൃത്തി കൊണ്ടും നശ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ചു വിശ്വസിച്ചിരിക്കുന്ന സുഖവും നഷ്ടം കഷ്ടം. അസ്ഥി മാംസാദിയാലി നിർമ്മിതമായ ദേഹം, അസ്ഥി മാംസാദിയാലി നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഗരോമങ്ങളോടും നവദോരേണ മലമൂത്രപാത്രമായൊരു വപുസ്സും നിത്യമല്ലാത്തിതിനാലിക ജ്ഞാനം. നിത്യമല്ലാത്തിതിനാലിക ജ്ഞാനം. മൂഢരിയായിട്ടിപ്പോൾ ജനകരാജ്യത്തിങ്കൽ ആടൽ പൂണ്ടുഴലുന്നു മായാ വൈഭവത്തിനാൽ. നിദ്രയിൽ സ്വപ്നം പോലെയിരിക്കും ദേഹാദികൾക്കെത്രയും കർത്താവായൊരാത്മാവു തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കുന്നതിനാല് സകലമാത്മാവിനാൽ രമിക്കുന്നിതു ഞാനും. അതിനാൽ എന്റെ ഭർത്താവായതു പരമാത്മാ മതിയില്ലായ കൊണ്ടങ്ങുഴന്നേനിത്ര കാലം. ആകയാൽ സർവനാരീ പുരുഷന്മാരെ രക്ഷിച്ചഖിലേശ്വരനായ വിഷ്ണു മൽപർത്ഥാനൂനം. ഭഗവാൻ എന്നിൽ പ്രീതനായി വന്നിതിന് ഞാനും. ഭഗവാൻ എന്നിൽ പ്രീതനായി വന്നതിന് ഞാനും വ്യഗതൈഷണയായി സൽക്കർമ്മം ചെയ്തിടുകിൽ ദുഷ്കർമ്മവശയായി മന്ദഭാഗ്യയായതി ദുഷ്കൃതയായോരെന്റെ ദുഷ്കർമ്മം നശിച്ചിടും. യാതനാദികളായ നരകങ്ങളും തീരും ഇങ്ങനെ ചിന്തിച്ചതിഭക്തയായവൾ പിന്നെ മംഗലയായി വന്നിതു പിംഗലയതു കാലം. പിന്നെയും വിവേകത്താൽ ഓരോന്നു ചിന്തിച്ചതു
മനവാ വഴിപൂലി കേട്ടുകൊള്ളുക ഭവാൻ. ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗാശയെ ത്യജിച്ചഹങ്കാരത്തെ വിട്ടങ്ങീശ്വരാനുഗ്രഹത്താൽ. ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗാശയെ ത്യജിച്ചഹങ്കാരത്തെ വിട്ടങ്ങീശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ ഭുജിച്ചു വരാത്തതിൽ ഒരു നേരവും ചിന്ത കൂടാതെ വസിക്കണം. എങ്കിലീശ്വരൻ തന്റെ തുഷ്ടിയുണ്ടാകുമപ്പോൾ. ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗാശയെ ത്യജിച്ചഹങ്കാരത്തെ വിട്ടങ്ങീശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ ഭുജിച്ചു വരാത്തതിൽ ഒരു നേരവും ചിന്ത കൂടാതെ വസിക്കണം. എങ്കിലീശ്വരൻ തന്റെ തുഷ്ടിയുണ്ടാകുമപ്പോൾ. പങ്കങ്ങളകന്നിടും ഈശ്വരപ്രസാദത്താൽ. പിന്നെയും ഈശ്വരനെ ശരണം പ്രാപിക്കണമെന്നു വേദോക്തമതുപോലെ ഞാനിനി നിത്യം സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നേൻ. ചിന്തയില്ലാതെ മുനി വാഴുന്ന പോലെ തന്നെ ആത്മാനമാത്മാവിനാൽ കണ്ടു ഞാൻ രമിക്കുന്നു. ആത്മാവേ ആത്മാവേ അറിയാതെ സംസാരകൂപേ നിത്യം പതിതമായി വിഷയേന്ദ്രിയ വ്യാപാരേണ സതതം കാലാകിയാൽ ഗ്രസ്തമായിരിക്കുന്ന ജീവനെ ഈശ്വരനല്ലാതെ കണ്ടൊരുവർക്കുമാവതുമില്ല. രക്ഷിച്ചിടുവാനികലൂകി പരമാത്മാവാകുന്നോരീശ്വരൻ തന്നെ വേണം. പരമാത്മാവേ രക്ഷിച്ചിടുവാൻ മറ്റില്ലാരും. ജീവാത്മാ പരമാത്മാ രണ്ടുമൊന്നെന്നു കണ്ടു. ഭാവാനുഭാവസ്വാത്മാ രണ്ടുമൊന്നെന്നു നൂനം. അഖിലങ്ങളെ അറിഞ്ഞിടുന്നോരറിവാത്മാ നിഖില പദാർത്ഥങ്ങൾ ആത്മാനമറിവീല. ഈ അറിവിനെയും കാലാകിയാൽ ഗ്രസ്തമായ ഈ ജഗത്തെയും അറിഞ്ഞിടുന്നതാത്മജ്ഞാനം. അപ്രമത്തനായവൻ നിരഹങ്കാരനായി വിഭ്രമഹീനം പരമാർത്ഥജ്ഞാനയോഗി. ഇങ്ങനെ പലതരം ചിന്തിച്ചു പറഞ്ഞതു പിംഗലയായ വേശ്യാനാരിയും നൃപോത്തമാം. ഇത്തരം പ്രവർത്തിക്കായന്തദർശജയായ ഇത്തരം പ്രവർത്തിയായി കന്ദദർശജയായ ചിത്തദുർവിഷയാശാവൃത്തിയെ ഛേദിച്ചവൾ അധികം ശമവൃത്യാ കിടക്കും മണിയറയതിലങ്ങകം പൊക്കുമെല്ലഭീശയിപ്പാനായി. ദുർവിഷയാശയല്ലൂ പരമദുഃഖപ്രദം. ദുർവിഷയാശാത്യാഗം 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 നൈരാശ്യം സുഖപ്രദം. അതിനാൽ വേശ്യയായ പിംഗലനാമനാരി
മതിയിൽ ദുഃഖപ്രദമായ കാന്താശ വിട്ടു സുഖമാകുന്ന വണ്ണം കിടന്നുറങ്ങിനാൾ. അകമേയൊരു ഗുരു പിംഗലയെന്നോർത്തു ഞാൻ, ചിത്തത്തിൽ അത്യാഗ്രഹം മർത്യന്മാർക്കതിദുഃഖം. എത്രയും പ്രിയാഗ്രഹം ദോഷമെന്നറിയുന്നതുത്തമൻ, വിദ്വാനവനന്ദ സുഖം പ്രാപിച്ചത്തലൊക്കവേ തീർന്നു സൗഖ്യമായി വാഴും നൂനം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേഷ്യാം. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതശ്രമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ജഗദംബയായേതി സമർപ്പയാമി. ഓം പൂർണ്ണമിദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.